നെക്സ്റ്റ് കൊറോളറി ആണ്. അതായത് നമ്മുടെ തിയറത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരാളാണ് ഈ കൊറോളറി. ഈ കൊറോളറി പറയുന്നത് ഇഫ് the positive integers, if the positive integers, a1, a2, etc, an are pairwise relatively prime, the positive integers a1, a2, etc, an are pairwise relatively prime. Pairwise relatively prime എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. Pairwise relatively prime എന്ന് പറഞ്ഞാൽ ഇവരെ രണ്ടുപേർ ഇത്രയും പേരെ രണ്ടുപേർ വെച്ച് പെയർ എടുത്താലും അവരൊക്കെ റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. രണ്ടുപേർ വെച്ച് പെയർ എടുത്താലും അവരൊക്കെ റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. അതാണ് പെയർ വൈസ് റിലേറ്റീവ്ലി പ്രൈം. അങ്ങനെയാണെങ്കിൽ പ്രൈം then GCD of a1, a2, etc, an ഇത്രയും പേരുടെ GCD നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് a1 ഇൻറ്റു a2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു an എന്നായി. a1 ഇൻറ്റു a2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു an എന്നായി കൊറോളറി. അതായത് നമ്മൾ തൊട്ട് മുമ്പേ പഠിച്ച എന്താണ്, a1ഉം എയും ബിയും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ എ ബിയുടെ GCD a ഇൻറ്റു ബി എന്നാണ്. അതിൽ നിന്ന് വരുന്ന ഒരു കൺക്ലൂഷനാണ്. ഈ പുള്ളിക്കാരൻ. വളരെ സിമ്പിൾ ആണ്. ഇതിന്റെ പ്രൂഫ് വളരെ സിമ്പിൾ ആണ്. അതായത് നിങ്ങൾ a1ഉം a2ഉം റിലേറ്റീവ്ലി പ്രൈം ആണ്. a1ഉം a2ഉം റിലേറ്റീവ്ലി പ്രൈം ആണ്. അതുകൊണ്ട് a1ന്റെ a2ന്റെ GCD a1 ഇൻറ്റു GCD അല്ല, LCM a1 ഇൻറ്റു a2 ആയിരിക്കും. ഇനി a1, a2, a3 ഇവരുടെ LCM നോക്കും. കഴിഞ്ഞ തിയറം വെച്ചിട്ട് ഇതിന്റെ LCM a1, a2, a3 എന്നായിരിക്കും. a1, a2, a3 എന്നായിരിക്കും. ഇങ്ങനെയായിരിക്കും. a1ന്റെ a2ന്റെയും LCM എന്ന് പറഞ്ഞത് a1, a2 ആണ്, a3. a1, a2 ആണ്, a3. നിങ്ങൾ നോക്കണം, a1ഉം a2ഉം റിലേറ്റീവ്ലി പ്രൈം ആണ്, a2ഉം a3 റിലേറ്റീവ്ലി പ്രൈം ആണ്, a1ഉം a3യും റിലേറ്റീവ്ലി പ്രൈം ആണ്. a1, a3യും a2, a3യും ഒക്കെ റിലേറ്റീവ്ലി പ്രൈം ആണ്. അപ്പൊ a1 ഇൻറ്റു a2നും a3ക്കും ഒന്നും കോമൺ ഫാക്ടേഴ്സ് ഒന്നും കാണാൻ സാധ്യതയില്ല, കാരണം റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട്. അതുകൊണ്ട് ഈ പുള്ളിക്കാരൻ a1 ഇൻറ്റു a2 ഇൻറ്റു a3. Similarly proceeding, we will get GCD of a1 into a2 into etc into an is equal to a1 into a2 into a3 into etc into a. പ്രൂഫ് നിങ്ങൾക്ക് എന്തായാലും വേണ്ട, ചോദിക്കത്തുമില്ല. പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, വേറെ കാര്യമൊന്നും. ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോവാം. ജസ്റ്റ് മുമ്പിലത്തെ കൊറോളറിയിൽ നിന്ന് കിട്ടുന്ന ആൾ മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. നെക്സ്റ്റ് കൊറോളറി let m1, m2, etc mk and a be positive integers, such that mi divides a, such that mi divides a for 1 less than or equal to I less than or equal to k. അതായത് m1 a ഡിവൈഡ് ചെയ്യും, m2 a ഡിവൈഡ് ചെയ്യും, m3 a ഡിവൈഡ് ചെയ്യും, അവരെല്ലാവരും a ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ then LCM of m1, m2, etc, mk divides a. അതായത് വളരെ സിമ്പിൾ ആണ്. m1ഉം
M2 എക്സെട്ര MK എല്ലാവരും എനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടെയും LCMും എനെ ഡിവൈഡ് ചെയ്തിരിക്കും. അവരുടെയൊക്കെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിളും എനെ ഡിവൈഡ് ചെയ്തിരിക്കും. വളരെ സിമ്പിൾ ആയ ഒരു പ്രൂഫാണ്. M1 M2 എക്സെട്ര MKയും എല്ലാവരും എനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടെയും GCD അവരുടെ എല്ലാവരും GCD അല്ല LCMും ആര് ഡിവൈഡ് ചെയ്തിരിക്കും? എനെ ഡിവൈഡ് ചെയ്തിരിക്കും, ഉറപ്പ്. അതാണ് കാര്യം. ഓക്കെ, അപ്പൊ നമ്മളത് പ്രൂവ് ചെയ്യാം. ഇത് പ്രൂവ് ചെയ്യുന്നത് ഇൻഡക്ഷൻ ഉപയോഗിച്ചാണ് പ്രൂവ് ചെയ്യുന്നത്. വലിയ സംഭവമായ പ്രൂഫ് ഒന്നുമല്ല, വളരെ സിമ്പിൾ ആയ ഒരു പ്രൂഫാണ്, വലിയ കാര്യമൊന്നുമില്ല. ശരി, ഇപ്പം നമ്മൾ ഇൻഡക്ഷൻ ഉപയോഗിക്കുന്നത് കെയിലാണ് കേട്ടോ. ഈ K 1 2 3 എക്സെട്ര കെയിലാണ് ഉപയോഗിക്കുന്നത്. ഇഫ് K ഈക്വൽ ടു 1, നമ്മൾ ഇനീഷ്യൽ കണ്ടീഷനിലാണല്ലോ തുടങ്ങുന്നത്. K ഈക്വൽ ടു 1 ആണെങ്കിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് M1 M2 എക്സെട്ര MK എല്ലാം ഡിവൈഡ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ M1 എനെ ഡിവൈഡ് ചെയ്തിരിക്കും. സംഭവം M1ന്റെ കൂടെ എടുക്കാൻ വേറെ ആരും ഇല്ലല്ലോ. നിങ്ങൾ തന്നെ നോക്കൂ, M1 K ഈക്വൽ ടു 1 ആണ്. അപ്പൊ ഒരാളെ ഉള്ളൂ. ഇനി LCM എടുക്കാൻ നമുക്ക് വേറൊരാളില്ലല്ലോ. നിങ്ങൾ പറഞ്ഞ M2 കൂടെ ഉണ്ടെങ്കിലല്ലേ M1 M2 LCM എടുക്കാൻ പറ്റും. M1 M2 LCM എടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെ LCM എടുക്കാൻ തന്നെ പറ്റില്ല. LCM എടുക്കാൻ തന്നെ മിനിമം 2 പേര് വേണം, എങ്കിലേ നമുക്ക് LCM എടുക്കാൻ പറ്റും. M1 ഇല്ല. അപ്പൊ M1 ഒറ്റയ്ക്ക് LCM അയാൾ തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം ട്രൂ ആണ്. ഇതിൽ ഇനി നമുക്ക് സംസാരിക്കാനൊന്നുമില്ല, കാരണം LCM എടുക്കാൻ രണ്ടാമത് ഇൻറ്റിജർ ഇല്ല. അതാണ് വിഷയം. അപ്പൊ ഞാൻ ചുമ്മാ ഇപ്പൊ K ഈക്വൽ ടു 2 എടുത്ത് നോക്കുന്നു. K ഈക്വൽ ടു 2 അങ്ങനെയാണെങ്കിൽ 2 പേര് വരും. അപ്പൊ M1 എനെ ഡിവൈഡ് ചെയ്യും, M2 എനെ ഡിവൈഡ് ചെയ്യും. M1 എനെ ഡിവൈഡ് ചെയ്യും, M2 എനെ ഡിവൈഡ് ചെയ്യും. അതായത് ഈ A എന്ന് പറയുന്നത് A ഈസ് എ കോമൺ മൾട്ടിപ്പിൾ ഓഫ് M1 ആൻഡ് M2. M1ന്റെയും M2ന്റെയും ഒരു കോമൺ മൾട്ടിപ്പിൾ ആണ് A. M1ന്റെയും M2ന്റെയും ഒരു കോമൺ മൾട്ടിപ്പിൾ ആണ് A. നമുക്കിനി M1ന്റെയും L2ന്റെയും LCM എടുക്കാം, അതായത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. M1ന്റെയും M2ന്റെയും LCM എടുക്കാം, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. നമുക്ക് തെളിയിക്കാനുള്ളത് അയാള് എനെ ഡിവൈഡ് ചെയ്യുമെന്നാണ്. നമുക്ക് തെളിയിക്കാനുള്ളത്. ഈ M1ന്റെയും M2ന്റെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന ഒരു തിയറം വെച്ചിട്ട്, അതായത് നമ്മുടെ LCMും GCDയും തമ്മിലുള്ള ബന്ധം അനുസരിച്ച് ദിസ് ഇസ് ഈക്വൽ ടു M1 ഇൻറ്റു M2 ഡിവൈഡഡ് ബൈ GCD ഓഫ് M1 ആൻഡ് M2. ഇതാണ് നമുക്ക് അറിയാവുന്ന ഒരു റിലേഷൻ വെച്ചിട്ട് അവർ തമ്മിലുള്ള ബന്ധം. M1ഉം M2ന്റെയും LCM ഇസ് ഈക്വൽ ടു M1ന്റെയും M2ന്റെയും പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ ദർ GCD. നമ്മൾ എഴുതി. ഇനി നിങ്ങൾക്കറിയാം M1 ഡിവൈഡ്സ് A, അതായത് A ഈസ് ഈക്വൽ ടു സം P1 ഇൻറ്റു A ഈസ് ഈക്വൽ ടു സം P1 into M1. A is equal to some P1 into M1. And M2 divides A as well. Therefore, A is equal to P2 into M2. A is equal to P2 into M2. അപ്പൊ A എന്ന് പറയുന്നത് P1 into M1 എന്നും P2 into M2 എന്നും നമുക്ക് എഴുതാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ okay, P1 into M1 and P2 into M2. Also, M1ന്റെയും M2ന്റെയും GCD എന്ന് പറയുന്നത് can be written as the linear combination of M1 and M2. Therefore, alpha M1 plus alpha 2 M2. അതായത് M1ന്റെയും M2ന്റെയും
LCM is equal to their product divided by their GCD. അതായത് നമ്മൾ ഇന്നലെ പഠിച്ച കാര്യം വെച്ചിട്ടാണ് ഞാൻ ഇത് എഴുതിയത്. ഓൾസോ ഇവിടെ തന്നിട്ടുള്ളത് M1 ഡിവൈഡ്സ് എ ആൻഡ് M2 ഡിവൈഡ്സ് എ. M1 എനെ ഡിവൈഡ് ചെയ്യും, M2 എനെ ഡിവൈഡ് ചെയ്യും. അതായത് M1 എ M1ന്റെ മൾട്ടിപ്പിൾ ആണ്, എ M2ന്റെ മൾട്ടിപ്പിൾ ആണ്. Therefore A is equal to some P1 into M1 and P2 into M2. ഓൾസോ M1ന്റെയും M2ന്റെയും GCD എന്ന് പറയുന്നത് അവരുടെ ഏതോ ഒരു ലീനിയർ കോമ്പിനേഷൻ ആണ്. Therefore alpha M1 plus alpha 2 M2 where alpha 1, alpha 2, P1, P2 are all some integers. ഇതാണ് കാര്യം. നമുക്ക് തെളിയിക്കാനുള്ളത് ഈ LCM എന്ന് പറയുന്ന ആള് എയുടെ മൾട്ടിപ്പിൾ ആണെന്നാണ് തെളിയിക്കാനുള്ളത്. സോറി, LCM എന്ന് പറയുന്ന ആളെ എന്താണ് LCM എന്ന് പറയുന്നത് ഡിവൈഡ്സ് എ. അതായത് എ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ദ LCM ഓഫ് M1 ആൻഡ് M2. M1ന്റെ M2ന്റെ LCMന്റെ മൾട്ടിപ്പിൾ ആണ് എ എന്നാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. അപ്പൊ ഞാനിവിടെ ഈ കാര്യങ്ങളെല്ലാം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. Therefore M1 M2 LCM of M1 M2 is equal to, ഇവിടെ നമുക്ക് M1 M2 ഉണ്ട്, M1 M2 ഉണ്ട്. ഞാൻ ഇവിടെ നിന്ന് M1ന് പകരം A/P1 എന്നും M2ന് പകരം A/P2 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. A/P1ഉം A/P2ഉം ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി താഴെ M1 GCD ഓഫ് M1 M2ന് പകരം ആൽഫ 1 M1 പ്ലസ് ആൽഫ 2 M2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അല്ലെങ്കിൽ വേണ്ട, ഇപ്പം നമുക്ക് എന്തായാലും GCD തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, M1 M2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാൻ ഇനി എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇയാളെ അപ്പുറത്തേക്ക് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇയാള് M1 M2 LCM ഓഫ് M1 M2 ഇൻറ്റു GCD ഓഫ് LCM ഓഫ് M1 M2 ആയി, which is equal to A/P1 into A/P2. ഇനി P1ന്റെയും P2നെ അപ്പുറത്ത് കൊണ്ടുപോകും, P1ന്റെയും P2നെ. അപ്പൊ P1 into P2 into M1, M2, GCD of M1, M2 into LCM of M1, M2 into A into A എന്നാണ് ഇവിടെ കിടക്കുന്നത്. A into A എന്നാണ് നമുക്ക് കിടക്കുന്നത്. ഇതിൽ നിന്ന് ഒരു എനെ കൂടെ ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ P1 P2 ഡിവൈഡഡ് ബൈ A അതിവിടെ കിടക്കട്ടെ. ഇനി GCD ഉണ്ടല്ലോ, GCDക്ക് വേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. GCD ആൽഫ 1 M1 പ്ലസ് ആൽഫ 2 M2, ആൽഫ 1 M1 പ്ലസ് ആൽഫ 2 M2 ഇൻറ്റു LCM ഓഫ് M1 M2 ഈക്വൽ ടു A. ഒരു എനെ മാത്രം അപ്പുറത്ത് കൊണ്ടുപോയി, ബാക്കി എല്ലാവരും ഇവിടെ തന്നെ നിർത്തി. ഇനി ഇവിടെ നോക്കിക്കോ, ആൽഫ ഇൻറ്റു M1 പ്ലസ് ആൽഫ 2 ഇൻറ്റു M2. ഇവിടെ നമ്മുടെ A എന്ന് പറയുന്നത് നമുക്ക് P1 ഇൻറ്റു M1 എന്നോ P2 ഇൻറ്റു M2 എന്നോ എഴുതാം. P1 ഇൻറ്റു M1 എന്നോ P2 ഇൻറ്റു M2 എന്നോ നമുക്ക് ആരെഴുതാം? ഈ താഴെ കിടക്കുന്ന എനെ നമുക്ക് എഴുതാം. Therefore we will get P1 into M1 into alpha 1 M1 plus alpha 2 M2 into M1 M2. അല്ലെങ്കിൽ നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട കേട്ടോ, ഞാൻ പറയുന്നത് കോംപ്ലിക്കേറ്റഡ് ആക്കാതെ തന്നെ. ശരി, നമ്മളൊരു ഒരുപാട് ദൂരം പോയി, ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ M1 M2 എന്ന് തന്നെ എഴുതി. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പാർട്ടിക്കുലർ ടേമിനെ നമുക്കൊരു ഇൻഡിജറായി കാണാം. നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഇൻഡിജറായി കാണാം. ഈ ഇൻഡിജറിനെ ഞാൻ സേസം എക്സ് എന്ന് എടുക്കുന്നു. നിങ്ങൾ നോക്കൂ,
LCM into some x equal to a. LCM into some integer equal to a. Therefore, LCM divides a. LCM divides a. അവിടെ വെച്ച് നിർത്താം. കുറെ കൂടെ പോയി കഴിഞ്ഞാൽ വീണ്ടും കോംപ്ലിക്കേറ്റ് ആകത്തേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല. ദാ വീണ്ടും നോക്കിക്കോളൂ, വളരെ സിമ്പിൾ ആണ്, പക്ഷെ നമ്മൾ കൂടുതൽ കാര്യം ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഒരു ചെറിയ പ്രശ്നം ഇവിടെ ഉണ്ട്. നോക്കുക, ആദ്യം തന്നെ ഇനീഷ്യൽ കണ്ടീഷൻ k ഈക്വൽ ടു 1 പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇനീഷ്യൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി. അതിൽ കൂടുതൽ ചിന്തിച്ച് പോകേണ്ട ആവശ്യം നമുക്കില്ല. പക്ഷെ എങ്കിലും നമ്മൾ എന്ത് ചെയ്തു, രണ്ടുപേരുള്ള കാരണം LCM എടുക്കാൻ രണ്ടുപേര് വേണമല്ലോ, അതുകൊണ്ട് മാത്രം ഞാൻ LCM രണ്ടുപേരിൽ എടുക്കുന്നു. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ഒഴിവാക്കാവുന്ന സ്റ്റെപ്പാണ് k ഈക്വൽ ടു 2 k ഈക്വൽ ടു 2 നിങ്ങൾ എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല, കാരണം ഇനീഷ്യൽ കണ്ടീഷൻ ഓൾറെഡി പ്രൂവ് ആയി കഴിഞ്ഞു. ആർക്ക്? k ഈക്വൽ ടു 1 k ഈക്വൽ ടു 1 പക്ഷെ ഒരാളെ ഉള്ളൂ, അതുകൊണ്ട് രണ്ടുപേരെ വേണ്ട LCM എടുക്കാൻ എന്നൊരു ചിന്ത നിങ്ങൾക്ക് വരാം. വേണ്ട, ഒരാളല്ലേ ഉള്ളൂ, ആ സമയം അയാളുടെ LCM അയാൾ തന്നെ M1 ഡിവൈഡ്സ് ചെയ്യുക എന്ന് പറയുന്നത് ഗിവൺ ആണ്, ട്രൂ ആണ്. ഇനി അല്ല രണ്ടുപേരുണ്ട് എന്ന് വിചാരിക്കുക, M1 M2, M1 എനെ ഡിവൈഡ് ചെയ്യും, M2 എനെ ഡിവൈഡ് ചെയ്യും. നമുക്ക് അറിയാവുന്ന ഒരു റിലേഷൻ ഉണ്ട്, LCMവും GCDയും തമ്മിലുള്ള റിലേഷൻ, അത് എഴുതി. M1 M2 മൾട്ടിപ്ലൈ ആയിട്ട് A ക്യാൻ ബി റിട്ടൺ ആസ് ദിസ്. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഓൾസോ M1 M2 GCD ആയതുകൊണ്ട് GCD ക്യാൻ ബി റിട്ടൺ ആസ് ദ ലീനിയർ കോമ്പിനേഷൻ ഓഫ് M1 ആൻഡ് M2, അതും എഴുതി. നൗ നമുക്ക് കിട്ടിയ കാര്യങ്ങളെല്ലാം നമ്മളെ ആ ഒരു റിലേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ പുള്ളിക്കാരെ എല്ലാവരെയും ഇപ്പുറത്തേക്ക് എടുത്തു കഴിയുമ്പോൾ M1 M2 കൂടെ ആരെയോ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ A കിട്ടി. അതായത് M1 M2 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് M1 M2 ആരെങ്കിലും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ A കിട്ടും. അതായത് A ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് LCM ഓഫ് M1 and M2. Therefore M1 and M2, the LCM of M1 and M2 divides A. അതായത് M ഈക്വൽ ടു 2 കാര്യം ശരിയായി. M ഈക്വൽ ടു 2 കാര്യം ശരിയായി. K ഈക്വൽ ടു 2 കാര്യം ശരിയായി. നമ്മൾ അസ്യൂം ചെയ്യുന്നു അതിന് താഴോട്ടുള്ള എല്ലാവർക്കും ഈ കാര്യം ശരിയാണ്. അതായത് we will assume the result is true for all 1 less than or equal to I less than or equal to T. 1 less than or equal to I less than or equal to T എല്ലാം കാര്യം ശരിയാണ്. അതായത് that is LCM of M1, M2, etc., MT divides A. LCM of M1, M2, etc., MT divides A. അതായത് T വരെ കാര്യങ്ങൾ ശരിയാണ്. ഇനി T+1 പ്രൂവ് ചെയ്യണം. I equal to T+1 പ്രൂവ് ചെയ്യണം. അതായത് നമ്മൾ എടുക്കുന്നു LCM ഓഫ് M1, M2, etc., MT+1. നമ്മൾ ഇന്നലെ അവസാനം പഠിച്ച തിയറം അനുസരിച്ച് ഇത്രയും പേരുടെ LCM എടുക്കാൻ ആദ്യത്തെ കുറെ ആൾക്കാരുടെ LCM എടുത്തതിന് ശേഷം പിന്നെ അത് ഏറ്റവും അവസാനത്തെ ആളുമായിട്ട് LCM എടുത്താൽ മതിയാകും എന്ന് നമ്മൾ പഠിച്ചതാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ തന്നിട്ടുള്ള ഒരു കാര്യമാണ് LCM ഓഫ് M1, M2, etc., MT എന്ന് പറയുന്നത് A ഡിവൈഡ് ചെയ്യും. മാത്രമല്ല എല്ലാ എമ്മുകളും ഒറ്റയ്ക്ക് A ഡിവൈഡ് ചെയ്യും. അപ്പൊ ഈ ഒരു പാർട്ടിക്കുലർ നമ്പരും A ഡിവൈഡ് ചെയ്യും. അതായത് ഈ രണ്ട് പാർട്ടിക്കുലർ നമ്പറിന്റെ LCMും A ഡിവൈഡ് ചെയ്യും. K ഈക്വൽ ടു 2 പ്രൂവ് ചെയ്തതാണ്. ഈ പാർട്ടിക്കുലർ നമ്പരും ആരെ ഡിവൈഡ് ചെയ്യും? A ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അവര് തമ്മിലുള്ള LCM, അതായത് ആദ്യത്തെ നമ്പർ ഏതാണ്? LCM ഓഫ് M1, M2, etc., MT. രണ്ടാമത്തെ നമ്പർ എന്താണ്? MT+1. ഇവര് രണ്ടുപേരും തമ്മിലുള്ള LCM ആരെ ഡിവൈഡ് ചെയ്യും? A ഡിവൈഡ് ചെയ്യും. ഇവര് രണ്ടുപേരും തമ്മിലുള്ള LCM ആണ് യഥാർത്ഥത്തിൽ M1 തൊട്ട് MT+1 വരെയുള്ള ആളുടെ LCM. ഫോർ M1, M2, etc., MT+1 വരെയുള്ള LCM. അയാൾ ആരെ ഡിവൈഡ് ചെയ്യുന്നു? A ഡിവൈഡ് ചെയ്യുന്നു. ഹെൻസ് I ഈക്വൽ ടു T+1 കാര്യം ശരിയാണ്.
അങ്ങനെ തിയറം എല്ലാവർക്കും ശരിയാണ്. വീണ്ടും പറയുന്നത് എന്താണെന്ന് ടി അസ്യൂം ചെയ്തു, ടി വരെയുള്ള ആൾക്കാർക്കെല്ലാം ഇത് ശരിയാണ്. അതായത് M1 M2 എക്സെട്ര MT എനെ ഡിവൈഡ് ചെയ്യും കൺക്ലൂഷൻ. അങ്ങനെയാണെങ്കിൽ T+1 കാര്യം പ്രൂവ് ചെയ്യാനായിട്ട് M1 M2 എക്സെട്ര MT MT+1 എടുത്തു LCM. ഈ LCM എന്ന് പറയുന്നത് ഇന്നലെ പഠിച്ച അനുസരിച്ച് ഇതാണ് കാര്യം. ഇവിടെ നമ്മുടെ അസംഷൻ ആണ് ഇത് ഡിവൈഡ് ചെയ്യുന്നത്. ഓൾറെഡി തിയറത്തിന്റെ ഹൈപ്പോത്തിസിസ് ആണ്. തിയറത്തിന്റെ ഹൈപ്പോത്തിസിസ് ആണ് M1 എനെ ഡിവൈഡ് ചെയ്യും, M2 എനെ ഡിവൈഡ് ചെയ്യും, എല്ലാവരും എനെ ഡിവൈഡ് ചെയ്യും. അപ്പൊ MT+1 എനെ ഡിവൈഡ് ചെയ്യും. അപ്പൊ ഇവര് രണ്ടുപേരും എനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ K=2 പ്രൂവ് ചെയ്തത് വെച്ചിട്ട് ആ രണ്ടുപേരുടെ LCMഉം എനെ ഡിവൈഡ് ചെയ്യും. M1 M2 എനെ ഡിവൈഡ് ചെയ്യുന്ന LCM ഓഫ് M1 M2 എനെ ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ലേ? അതേപോലെ ഇവരുടെ രണ്ടുപേരുടെ LCMഉം എനെ ഡിവൈഡ് ചെയ്യും. പക്ഷെ ഇവരുടെ രണ്ടുപേരുടെ LCM ആണ് ഇവരുടെ LCM. ഹെൻസ് T+1 കാര്യം ശരിയാണ്, വി ആർ ഡൺ. T+1 കാര്യം ശരിയാണ്, വി ആർ ഡൺ. നമ്മുടെ തിയറം പ്രൂവ് ആയിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ ഇനി ഈ സെക്ഷനിലെ ഒരു ലാസ്റ്റ് തിയറത്തിലേക്കാണ് പോകുന്നത്. പ്രൂഫ് ഇല്ല, ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് കോൾഡ് ഡ്രിച്ലെറ്റ്സ് തിയറം. ഡ്രിച്ലെറ്റ്സ് തിയറം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ട് ആണ് അയാൾ പറയുന്നത്. നമ്മൾ ഇതിന്റെ പ്രൂഫ് പഠിക്കുന്നില്ല. ഇഫ് A and B are relatively prime, A and B are relatively prime, A and B are relatively prime, then the arithmetic sequence A, A plus B, A plus 2B, A plus 3B, etc. കണ്ടാ മനസ്സിലാവും. എയുടെ കൂടെ ബി കൂട്ടി പൊയ്ക്കൊണ്ടിരിക്കണം. അരിത്തമെറ്റിക് സീക്വൻസ്. ഫസ്റ്റ് ടേം ഉണ്ടാവും, കോമൺ ഡിഫറൻസ് ഉണ്ടാവും. കോമൺ ഡിഫറൻസ് ഇങ്ങനെ ആഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കണം. അതാണ് അതിന്റെ ഒരു രീതി. ഓക്കെ, ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് കണ്ടെയ്ൻസ് infinitely many primes. അതായത് രണ്ട് റിലേറ്റീവ്ലി പ്രൈം നമ്പർ എടുക്കുക. നിങ്ങൾ ആലോചിക്കണം, പ്രൈം നമ്പർ തന്നെ എടുക്കണ്ട, റിലേറ്റീവ്ലി പ്രൈം നമ്പർ എടുത്താൽ മതി. റിലേറ്റീവ്ലി പ്രൈം നമ്പർ എടുത്തിട്ട് ഒരാളെ മറ്റേയാളുടെ കൂടെ കൂട്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സീക്വൻസിന്റെ അകത്ത് ഇൻഫൈനൈറ്റ്ലി മെനി പ്രൈംസ് കണ്ടുപിടിക്കാൻ പറ്റും. സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 4ഉം 5ഉം റിലേറ്റീവ്ലി പ്രൈം ആണ്. 4ഉം 5ഉം റിലേറ്റീവ്ലി പ്രൈം. നമുക്ക് നോക്കാം. 4 plus 5, 4 plus 5 plus 5, 4 plus 5 plus 8, അതായത് 9 plus 5, 9 plus 5 14, 14 plus 5 19, 19 plus 5 24, 24 plus 5 29, 29 plus 5 34, 34 plus 5 39, 39 plus 5 43, 43 അല്ല 44, 44 plus 5 49, എക്സെട്ര. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇതിലെ പ്രൈം നമ്പർ എന്ന് പറയുന്നത് 19 ഒരു പ്രൈം നമ്പർ കിട്ടി, 29 ഒരു പ്രൈം നമ്പർ കിട്ടി. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലുതൊരു കഴിഞ്ഞു, ഇനി അങ്ങോട്ട് കിട്ടില്ല എന്ന് തോന്നാം. 54, 59, 59 ഒരു പ്രൈം നമ്പർ ആണോ? 59 ഒരു പ്രൈം നമ്പർ ആണോ? 59 ആണല്ലോ. ശരി, അപ്പൊ അടുത്ത പ്രൈം കിട്ടി. അപ്പൊ ഇങ്ങനെ ഈ ഒരു സീക്വൻസിൽ പ്രൈം കിട്ടുന്നത് നിൽക്കാനൊന്നും പോകുന്നില്ല. There are infinitely many primes എന്നാണ് ഡ്രിച്ലെറ്റ്സ് തിയറം പറയുന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഏത് രണ്ട് റിലേറ്റീവ്ലി പ്രൈം
റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള നമ്പേഴ്സ് എടുത്തിട്ട് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്തുണ്ടാവും? പ്രൈംസ് ആ സീക്വൻസിന്റെ അകത്ത് ഇഷ്ടം പോലെ പ്രൈംസ് ഉണ്ടാകും. എല്ലാവരും പ്രൈം ആണെന്നല്ല കേട്ടോ, ആ സീക്വൻസിൽ എല്ലാവരും പ്രൈം ആണെന്നല്ല. അതാ കണ്ടോ 4, 9 അവരൊന്നും പ്രൈം അല്ല. പക്ഷെ ഇഷ്ടം പോലെ പേര് പ്രൈം ആയിരിക്കും. വേണമെങ്കിൽ വേറൊരു എക്സാമ്പിൾ നോക്കാം. 2ഉം 3ഉം ഈസിലി 1 ആണ്. 2 പ്രൈം ആണ്. 2 + 3 5 പ്രൈം ആണ്. 5 + 3 8 പ്രൈം അല്ല. 8 + 3 11 പ്രൈം ആണ്. 11 + 3 14 പ്രൈം അല്ല. 14 + 3 17 പ്രൈം ആണ്. 17 + 3 20 പ്രൈം അല്ല. 23 26 29 32 എക്സെട്ര. ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ പ്രൈം കിട്ടും. 5 11 17 23 29 ഇങ്ങനെ കിട്ടാം, കുഴപ്പമില്ല. ഇതേപോലെ ഇൻഫൈനൈറ്റ്ലി മെനി കിട്ടുമെന്നാണ് ഡ്രിച്ലെറ്റ്സ് തിയറം പറഞ്ഞത്. ഡൺ. ഇതിന്റെ പ്രൂഫ് പഠിക്കാനില്ല. ഓക്കെ, ഹെൻസ് നമ്മുടെ നമ്പർ തിയറി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്പർ തിയറി ഇന്നത്തോടുകൂടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്.